അപ്പൊ നമ്മള് ഡേ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ബാങ്കോക്ക് ടു പട്ടായ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ബാങ്കോക്ക് ഹോട്ടലിന്റെ മുമ്പിലാണ്, റോയൽ റൊട്ടാന ക്രൂസ്. ഇവിടുന്ന് നമ്മള് പട്ടായയിലേക്ക് ബസ്സിലാണ് പോണത്. അപ്പോ ഇവിടുന്ന് ബസ് ടെർമിനലിലേക്ക് പോകണം ഫസ്റ്റ്. ബസ് ടെർമിനലിന് പിന്നെ അവിടുന്ന് പട്ടായയിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി എടുത്ത് ഹോട്ടലിലേക്ക് പോകണം. അപ്പൊ ടാസ്ക്കാണ്, എല്ലാം കൂടെ ഒരു 3 hour 4 hour ഒക്കെ എടുക്കും പട്ടായ എത്തുമ്പോൾ. അപ്പൊ സമയം 1 മണി, നമ്മളവിടെ എത്തുമ്പോൾ തന്നെ വൈകുന്നേരം ആവും. ഇച്ചിരി ടാസ്ക്കാണ്. ടാക്സി ഒക്കെ ഉണ്ട് ഇവിടെ ഡയറക്റ്റ് പട്ടായയിലേക്ക്. ടാക്സിക്ക് എനിക്ക് തോന്നുന്നു ടാക്സിയും ബസ്സും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബസ്സാ ലാഭം. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ വെച്ചു. അഫോർഡബിൾ ബഡ്ജറ്റ് ട്രിപ്പ്. ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ പട്ടായ പോവാ, മസാജിന് പോവാ, പിന്നെ പലതും പറയും. ഗൈസ് ഒന്നും നടക്കുന്നില്ല വിചാരിച്ച പോലെ. ഒരു 11 മണി 12 മണി ആകുമ്പോൾ എല്ലാവരും റൂമിലേക്ക് വരിക. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ കുറച്ച് സീനാണ്. പക്ഷെ ഇന്ന് നമ്മൾ സെറ്റാക്കും. ഡേ 2ലാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, ഇന്ന് ഡേ 3 അല്ലേ? ഡേ 3യിലാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഡേ 3 നമ്മൾ എന്തായാലും ഇന്ന് മസാജിന് പോകും. ഒരു ദിവസം കൂടെ ബാങ്കോക്കിൽ ബാക്കിയുണ്ട്. കാണാത്തെല്ലാം കാണാം. ഇന്നിപ്പോ എന്തായാലും പട്ടായ മൊത്തം കാണും. നാളെ ഉച്ചവരെ ഞങ്ങള് പട്ടായയിലുണ്ടാവും. ഇന്ന് രാത്രി കുറച്ച് ക്ലബിലും പോയി. കാരണം ബാങ്കോക്ക് നമ്മൾ ക്ലബൊന്നും അറ്റൻഡ് ചെയ്തില്ല. അപ്പോ പട്ടായ പോയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള പ്ലാനില്ല. അപ്പോ എല്ലാം വിചാരിച്ച പോലെ സംഭവിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ. ഇവിടെ സൈഡിൽ കുറച്ച് ലോക്കൽ ബസ് ഉണ്ട്, നമ്മളെ KSRTC പോലെയൊക്കെയുള്ള ബസ്സും ഉണ്ട്. പിന്നെ ആ സൈഡിലോട്ട് കുറച്ച് പ്രീമിയം ബസ്സും ഉണ്ട്. നമ്മളതിലെ പോകുന്ന വോൾവോ എന്നല്ല കേസ്, ഏതോ ലോക്കൽ ബസ്സാണ്. വോൾവോയിൽ പോകാനാണെങ്കിൽ വോൾവോയ്ക്ക് എടുത്ത് പോകുന്നതിലും ബെറ്റർ നിങ്ങൾ ടാക്സി പിടിച്ച് പോകണമായിരിക്കും. ഇവിടെ ബസ് ടെർമിനലിൽ കുറേ ഇതേപോലത്തെ കൗണ്ടേഴ്സ് ഉണ്ട്. ഈ കൗണ്ടേഴ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ബസ് ബുക്ക് ചെയ്ത് പോകും. ഇവിടെ വാൻ കിട്ടും, പ്രൈവറ്റ് കാർ കിട്ടും, ബസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ ഓൺലൈൻ നോക്കിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ കൗണ്ടേഴ്സിൽ ഓരോ ബസ് ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ബസ്സാണോ വാനാണോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി ഓൺലൈനിലും പറ്റും. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇവിടെയാണ് ലാഭം. ഇവിടുന്ന് ഇപ്പോൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് 150 ബാത്താണ് പറയാം. വാനിന് 800. അപ്പോൾ വാനായിരിക്കും ബെറ്റർ. അപ്പോൾ ഞങ്ങളിത് ബസ് ടെർമിനലിൽ എത്തി. ഇവിടെ സോറി പറയാൻ പറ്റുമോ, ഈ ബസ് ടെർമിനലിന്റെ പേര് ഈസാമായി ബസ് ടെർമിനൽ. എന്നുവെച്ചാൽ ബാങ്കോക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ബാങ്കോക്കിൽ നിന്ന് പട്ടായ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും അടുത്ത് ഇതായിരിക്കും, ഈസാമായി ബസ് ടെർമിനൽ. അപ്പൊ ഇവിടെ വാനിന് 150 വരും, ബസ്സിന് 130. പിന്നെ അല്ലാണ്ട് പ്രൈവറ്റ് വാൻ ഉണ്ട്, അതിന് 800 പെർ പേഴ്സൺ ആട്ടോ. ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ ബസ്. ഇതൊക്കെ ആയിരിക്കും പ്രീമിയം ബസ്. അത് ലോക്കൽ ബസ്. വാൻ അങ്ങ് കാണുന്ന ഒരു വെള്ള കളർ ചെറിയ ബസ്, അതാണ് ഇവിടുത്തെ വാൻ. എന്തോ 20 ബാht ഡിഫറൻസേ ഉള്ളൂ ബസ്സും വാനും തമ്മിൽ. ബെറ്റർ ബസ്സായിരിക്കും അല്ലേ? നമ്മൾ വാനോ ബസ്. വാൻ ചെറുതാണ് കണ്ടാ, അത് നല്ല ബസ്സല്ലേ. എന്തോ ഒരു 30-40 ബാത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് ബസ് ടെർമിനൽ. ഇവിടെ തന്നെ വാഷ്റൂമും ഉണ്ട്, നല്ല ക്ലീൻ വാഷ്റൂം യൂസ് ചെയ്യാൻ 10 baht per person. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇതാണ് ബസ്. ഇത് വാനിനേക്കാളും പെട്ടെന്ന് എത്തുന്ന ബസ്സാണ്. വാൻ കിട്ടില്ല, ബസ്സിൽ കയറാന്ന് വെച്ചു. അപ്പോൾ ഇനി ഒരു 2.5 hours, 5 മണിയാകുമ്പോഴേ നമ്മളവിടെ എത്തുള്ളൂ. അപ്പോൾ അതുവരെ ബസ്സിനകത്ത് കാഴ്ചകളും കണ്ടിരിക്കാം.
hours later. അങ്ങനെ ഞങ്ങൾ പട്ടായയിലെത്തി ഗൈസ്. പട്ടായ ബസ് ടെർമിനൽ ഇവിടെ വന്ന് ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് ക്യാബ് എടുത്തിട്ട് ഹോട്ടലിലോട്ട് പോകണം. ഞങ്ങളുടെ ടാക്സി അപ്പോൾ നമ്മൾ ടാക്സി കയറി ഗൈസ്. ഇനി നേരെ റിസോർട്ടിലേക്ക്. നിങ്ങളിവിടെ ഊബറിനും അല്ല ടാക്സിക്ക് തന്നെ അത്യാവശ്യം ഫണ്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് എത്രയും ഹോട്ടലിലേക്ക് 127 ബാത്ത് എന്ന് വെച്ചാൽ പ്രൈസ് സ്റ്റാൻഡിൽ നിന്ന് പട്ടായ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ 127 ബാത്ത് അതെ. ഞങ്ങൾ റിസോർട്ടിലേക്ക് കയറി. ഓ കൊള്ളാം, വീട്ടിലെന്ത് റിസോർട്ട്. പൂള് വേണം, പൂള് മസ്റ്റാണ്. പൂളില്ലാണ്ടൊരു പരിപാടിയില്ല. റൂമിലേക്ക് എത്തി. We are waiting for the view. വലതുകാലം വെച്ച് കയറി. അയ്യോ ഏ